എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിന്ന് വചനമെന്ന സൂര്യനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കാം. ഇംഗ്ലീഷിൽ നിന്നൊന്ന് വായിച്ചോട്ടെ. സൗകര്യാർത്ഥം മൊബൈലിൽ നിന്ന് വായിക്കുന്നു, പിണങ്ങരുത്. The word of God is alive and active. ഈ ഒരു പ്രയോഗം മലയാളത്തിൽ അത്ര സുഖമില്ല. Alive and active. ജീസസ് ഈസ് അലൈവ് എന്ന് പല സ്ഥലങ്ങളിൽ എഴുതി വെച്ച് കണ്ടിട്ടില്ലേ? ഇതാ വേർഡ് ഈസ് അലൈവ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ്. ജീവിക്കുന്നു, സദാസമയം പ്രവർത്തിക്കുന്നു, ആക്റ്റീവായിട്ടിരിക്കുന്നു, സജീവമായിട്ടിരിക്കുന്നു. ഇങ്ങനെ എന്തുണ്ട് ലോകത്തിൽ? ഇങ്ങനെ ആരുണ്ട് ലോകത്തിൽ? എപ്പോഴും തേജസ്സോടെ, ഓജസ്സോടെ, ഉന്മേഷത്തോടെ, ആക്റ്റീവായിട്ട് ഞാൻ ചെയ്യാം, ഇപ്പൊ ചെയ്യാം, എന്താ ചെയ്യണ്ടേ, എവിടെയാ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു നിൽക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവന്റെ പേരാണ് ദൈവവചനം. അവന്റെ പേരാണ് യേശുക്രിസ്തു. വീണ്ടും നോക്കാം. ഇറ്റ് ഈസ് ഷാർപ്പർ ദാൻ എനി sword that has two edges. ഏത് വളനേക്കാളും ഷാർപ്പറാണ്. It cuts deep enough to separate soul from spirit. ഈ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന കത്തിയുണ്ടല്ലോ, ആ കത്തിയുടെ മൂർച്ചയ്ക്ക് പകരം ഒരു കത്തിയെക്കുറിച്ച് പറയാനില്ല. അതിനെയും കടത്തിവിട്ടും. കാരണം അത് പ്രാണനെ മുറിക്കത്തില്ല. അതുകൊണ്ട് പ്രാണനെ മുറിച്ചാൽ പിന്നെ തീർന്നു. പ്രാണനെ ഈ ആത്മാവിനെയും മുറിക്കും. അത് ഒന്നായിട്ടിരിക്കുന്നത് മുറിക്കും, എന്നിട്ട് വീണ്ടും ഒന്നാക്കും. അവൻ മുറുക്കുകയും മുറുകെട്ടുകയും ചെയ്യും. വചനത്താൽ നടക്കുന്ന മാനസാന്തരം, വചനത്താൽ നടക്കുന്ന വീണ്ടും ജനനം, വചനത്താൽ നടക്കുന്ന രൂപാന്തരം, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, വീണ്ടും ജനന അനുഭവം, അതിൻ്റെ പ്രധാന കാർമ്മികൻ വചനമാണ്. യേശുക്രിസ്തുവാണ്. പരിശുദ്ധാത്മ സഹായത്താൽ ദൈവവചനം വിഭജിക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന അത്ഭുതകരമായ പരിവർത്തനത്തിൻ്റെ പേരാണ് വീണ്ടും ജനനം. അതിൽ വചനം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ സെപ്പറേറ്റ് ബോൺസ് ഫ്രം ജോയിൻസ്. ഇറ്റ് ജഡ്ജസ് ദ തോട്ട്സ് ആൻഡ് പർപ്പസ് ഓഫ് ദ ഹാർട്ട്. പർപ്പസ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും എന്നത് കൂടാതെ ഇംഗ്ലീഷ് വന്നപ്പോൾ പർപ്പസ് ഓഫ് ദ ഹാർട്ട്, എൻ്റെ മനസ്സിൻ്റെ ലക്ഷ്യം, എൻ്റെ അന്തരാത്മാവിലുള്ള എൻ്റെ ലക്ഷ്യങ്ങളെ പോലും വചനം ജഡ്ജ് ചെയ്യും. പ്രിയരെ, ഇങ്ങനെയുള്ള വചനമല്ലേ നമ്മൾ ഈ രാവിലെ കേൾക്കുന്നത്? 5 മിനിറ്റേ ഉള്ളെങ്കിലും ഇത് നിങ്ങളെ വിവേചിക്കും, രൂപാന്തരപ്പെടുത്തും, ഓപ്പറേഷൻ ചെയ്യും, അശുദ്ധമായത് നീക്കിക്കളയും, ഡെവലപ്മെന്റ്സ് കൊണ്ടുവരും. The word of God is alive and active. God bless you.